PSC പോസിറ്റീവ് പോയിന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടൈപ്സ് ഓഫ് കോപ്പറേറ്റീവ് എന്ന ഭാഗത്തിൽ നിന്നുള്ള കുറച്ച് റിവിഷൻ ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, ദ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഫോർ പ്രൈമറി കാർഡ് ബാങ്ക്. ദ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്. ഉത്തരം താലൂക്ക്. പ്രൈമറി കാർഡ് ബാങ്കിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഒരു താലൂക്കാണ്. പ്രൈമറി കാർഡ് ബാങ്ക് നമുക്കറിയാം ലോങ് ടേം അഗ്രികൾച്ചറൽ ലോൺ കൊടുക്കുന്ന പ്രൈമറി ലെവലിലുള്ള ബാങ്കാണ്. ഇതിൻ്റെ അപ്പെക്സ് ലെവലിലുള്ള ബാങ്കാണ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്. ദ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് ഫാമേഴ്സ് സർവീസ് ബാങ്ക്. ഫാമേഴ്സ് സർവീസ് ബാങ്കിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഏത് പേരിലാണ് അറിയപ്പെടുന്നതെന്നാണ് ചോദ്യം. ഉത്തരം മാനേജിംഗ് ഡയറക്ടർ. സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെത് സെക്രട്ടറി ആണ് എങ്കിൽ ഫാമേഴ്സ് സർവീസ് ബാങ്കിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് മാനേജിംഗ് ഡയറക്ടറാണ്. പാക്സ് ആർ റെക്കമെൻഡഡ് ബൈ VL മേത്ത കമ്മിറ്റി. പാക്സിനെ റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റിയാണ് VL മേത്ത കമ്മിറ്റി. പാക്സിൻ്റെ ഫുൾ ഫോം പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസ്. കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ല, പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസ് ആണ്. ഫസ്റ്റ് നോൺ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി വാസ് എസ്റ്റാബ്ലിഷ്ഡ് അറ്റ് ബറോഡ. ബറോഡ എന്ന സ്ഥലത്താണ് ഫസ്റ്റ് നോൺ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തത്. ആദ്യത്തെ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്തത് എവിടെയാണ്? അത് തമിഴ്നാട്ടിലെ കാഞ്ചീപുരത്താണ്. ഫസ്റ്റ് ലാൻഡ് മോർഗേജ് ബാങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്തത് ജങ് ഇൻ പഞ്ചാബ്. 1920 പഞ്ചാബിലെ ജങ് എന്ന സ്ഥലത്താണ് ആദ്യത്തെ ലാൻഡ് മോർഗേജ് ബാങ്ക് നിലവിൽ വന്നത്. നമ്മുടെ ചോദ്യം, ഫസ്റ്റ് നോൺ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തത് അത് ബറോഡയിലാണ്. The members of Kerala State Cooperative Agriculture and Rural Development Bank. The members of Kerala State Cooperative Agriculture and Rural Development Bank. ഉത്തരം പ്രൈമറി അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്. ലോങ് ടേം അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കൊടുക്കുന്ന അപ്പെക്സ് സൊസൈറ്റിയാണ് KS കാർഡ് ബാങ്ക്. ഈ KS കാർഡ് ബാങ്കിൻ്റെ മെമ്പേഴ്സാണ് പ്രൈമറി കാർഡ് ബാങ്ക്. Short term and medium term credit structure in Kerala has two tier. ഷോർട്ട് ടേം ആൻഡ് മീഡിയം ടേം ലോൺസ് കൊടുക്കുന്നത് 2 ടയർ സ്ട്രക്ചറാണ്. അപ്പെക്സ് ലെവലിൽ കേരള ബാങ്ക്, പ്രൈമറി ലെവലിൽ പാക്സ്. നേരത്തെ 3 ടയർ സ്ട്രക്ചറായിരുന്നു. പ്രൈമറി ലെവലിൽ പാക്സ്, മിഡിൽ ലെവലിൽ ഡിസ്ട്രിക്റ്റ് കോപ്പറേറ്റീവ് ബാങ്ക്, അപ്പെക്സ് ലെവലിൽ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. എന്നാൽ എല്ലാ ഡിസ്ട്രിക്റ്റ് കോപ്പറേറ്റീവ് ബാങ്കുകളും ലയിച്ച് കേരള ബാങ്കായി മാറി. ഇപ്പം അപ്പെക്സ് ലെവലിൽ കേരള ബാങ്കും പ്രൈമറി ലെവലിൽ പാക്സുമാണ്. സ്റ്റേറ്റ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് റേസസ് ഫണ്ട്സ് ഫോർ ഇറ്റ്സ് വർക്കിംഗ് മെയിൻലി ഫ്രം. സ്റ്റേറ്റ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് റേസസ് ഫണ്ട്സ് ഫോർ ഇറ്റ്സ് വർക്കിംഗ് മെയിൻലി ഫ്രം ഫ്ലോട്ടേഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്. KS കാർഡ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇമ്പോർട്ടൻ്റ് ചോദ്യമാണിത്. KS കാർഡ് ബാങ്കിൻ്റെ ഫണ്ട് റേസ് ചെയ്യുന്നത് മെയിനായിട്ടും ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തിട്ടാണ്. ഫ്ലോട്ടേഷൻ ഓഫ് ഡിബഞ്ചറാണ് ഉത്തരം. The head of first urban cooperative bank. ഉത്തരം വിറ്റൽ കവിത്കർ. നമ്മൾ പഠിച്ചതാണ്. ആദ്യത്തെ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് നിലവിൽ വന്നത് കാഞ്ചീപുരത്താണ്. ആ ബാങ്കിൻ്റെ ഹെഡ് ആരായിരുന്നു? വിറ്റൽ കവിൽക്കർ. The crop loan given by PACS is a എന്ത് ടൈപ്പ് ലോണാണെന്നാണ് ചോദ്യം. ഉത്തരം പ്രൊഡക്ഷൻ ലോൺ. ക്രോപ്പ് ലോൺ എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ലോണാണ്. ലിങ്കിങ് ഓഫ് ക്രെഡിറ്റ് വിത്ത് മാർക്കറ്റിംഗ് ഹെൽപ്സ് പാക്സ് ടു റെഡ്യൂസ് ഓവർ ഡ്യൂ. വായ്പയെ വിപണനവുമായി ബന്ധിപ്പിക്കുക എന്ന നയം പാക്സിനെ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഓവർ ഡ്യൂ റെഡ്യൂസ് ചെയ്യാനാണ് സഹായിക്കുന്നത്. Linking of credit with marketing helps PACS to reduce overdue. The safest loan in a cooperative bank is
ഗോൾഡ് ലോൺ. കോപ്പറേറ്റീവ് ബാങ്കിലെ സേഫസ്റ്റ് ലോൺ എന്ന് പറയുന്നത് ഗോൾഡ് ലോൺ ആണ്. അപ്പെക്സ് സൊസൈറ്റി മീൻസ് എ സൊസൈറ്റി കംസ് ടു ദി സ്റ്റേറ്റ് ലെവൽ. നമുക്കറിയുന്നതാണ്, സ്റ്റേറ്റ് ലെവലിലുള്ള സൊസൈറ്റീസാണ് അപ്പെക്സ് സൊസൈറ്റി. മിഡിൽ ലെവലിൽ വരുന്നത് സാധാരണ ഡിസ്ട്രിക്റ്റ് വൈസ് ആയിട്ടുള്ള സൊസൈറ്റീസാണ്. അതുപോലെ തന്നെ പ്രൈമറി സൊസൈറ്റീസ് ഏറ്റവും ലോവർ ലെവലിൽ വരുന്നതാണ്. ദ എംപ്ലോയീസ് ക്രെഡിറ്റ് സൊസൈറ്റി ഹാവ് ഗോട്ട് എ ഡാഷ് സ്ട്രക്ചർ. ദ എംപ്ലോയീസ് ക്രെഡിറ്റ് സൊസൈറ്റി ഹാവ് ഗോട്ട് എ ഡാഷ് സ്ട്രക്ചർ. ഉത്തരം യൂണിറ്ററി സ്ട്രക്ചർ. എംപ്ലോയീസ് ക്രെഡിറ്റ് സൊസൈറ്റി യൂണിറ്ററി സ്ട്രക്ചറാണ്. ഇതൊരു ടൈപ്പ് ഓഫ് നോൺ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റിയാണ്. സ്പെഷ്യൽ ഡെവലപ്മെൻറ്റ് ഡിബഞ്ചേഴ്സ് ഓഫ് KS Card Bank ആർ സബ്സ്ക്രൈബ്ഡ് ബൈ. സ്പെഷ്യൽ ഡെവലപ്മെൻറ്റ് ഡിബഞ്ചേഴ്സ് ഓഫ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ആർ സബ്സ്ക്രൈബ്ഡ് ബൈ. ഉത്തരം നബാർഡ്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ മെയിൻ സോഴ്സ് ഓഫ് ഫണ്ട് എന്ന് പറയുന്നത് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നതാണ് നമ്മൾ പഠിച്ചു. 3 തരത്തിലുള്ള ഡിബഞ്ചർ ഉണ്ട്. ഓർഡിനറി ഡിബഞ്ചർ, സ്പെഷ്യൽ ഡിബഞ്ചർ ആൻഡ് റൂറൽ ഡിബഞ്ചർ. ഇതിൽ സ്പെഷ്യൽ ഡെവലപ്മെൻറ്റ് ഡിബഞ്ചർ സബ്സ്ക്രൈബ് ചെയ്യുന്നത് നബാർഡാണ്. ഈ ഡിബഞ്ചേഴ്സിൻ്റെ ട്രസ്റ്റി രജിസ്ട്രാറാണ്. ഗ്യാരൻഡർ ഗവൺമെൻറ്റാണ്. അതുപോലെ നബാർഡിൽ നിന്നുള്ള ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഒബ്റ്റെയിൻ ചെയ്തതിന് ശേഷം മാത്രമേ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യാൻ പാടുള്ളൂ. ഡിബഞ്ചേഴ്സിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഫിക്സ് ചെയ്യുന്നത് RBI ആണ്. സ്പെഷ്യൽ ഡെവലപ്മെൻറ്റ് ഡിബഞ്ചേഴ്സ് ആർ ഫുള്ളി പർച്ചേസ്ഡ് ബൈ നബാർഡ്. ജനറൽ പബ്ലിക്, LIC ആൻഡ് പബ്ലിക് സെക്ടർ ബാങ്ക്സ് ആർ ദ സബ്സ്ക്രൈബേഴ്സ് ഓഫ് ഓർഡിനറി ഡിബഞ്ചേഴ്സ്. ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉള്ള ഡിബഞ്ചറാണ് റൂറൽ ഡിബഞ്ചേഴ്സ്. Interest rate of deposits of cooperative credit societies are fixed by. Interest rate of deposits of cooperative credit societies are fixed by. ഉത്തരം രജിസ്ട്രാർ. കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ് ചെയ്യുന്നത് രജിസ്ട്രാറാണ്. ദ ഓവർ ഡ്യൂസ് ആർ കമ്പാരിറ്റീവ്ലി ലോവസ്റ്റ് ഇൻ ഡാഷ് സൊസൈറ്റീസ്. The overdues are comparatively lowest in dash societies. ഉത്തരം എംപ്ലോയീസ് സൊസൈറ്റീസ്. എംപ്ലോയീസ് സൊസൈറ്റീസിൽ ഓവർഡ്യൂ കമ്പാരിറ്റീവ്ലി കുറവാണ്. ഡബിൾ ലോക്ക് സിസ്റ്റം ഈസ് ജനറലി ഫോളോവേഡ് ബൈ. ഉത്തരം പാക്സ്. പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസാണ് ഡബിൾ ലോക്ക് സിസ്റ്റം ജനറലി ഫോളോ ചെയ്യുന്നത്. ഡബിൾ ലോക്ക് സിസ്റ്റത്തിൽ, അതായത് ക്യാഷ് മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ക്യാഷിയറും അതുപോലെ ചീഫ് എക്സിക്യൂട്ടീവും ഒരുപോലെ റെസ്പോൺസിബിളാണ്. അതാണ് ഈ ഡബിൾ ലോക്ക് സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. DV file is maintained by dash type societies. DV file is maintained by dash type societies. ഉത്തരം അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്. ലോങ് ടേം ലോൺ കൊടുക്കുന്ന അഗ്രികൾച്ചറൽ സെക്ടറിന് വേണ്ടി ലോങ് ടേം ലോൺ കൊടുക്കുന്ന സൊസൈറ്റീസാണ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്. ഈ ബാങ്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഫയലാണ് DV ഫയൽ, ഡിസ്ചാർജ് വൗച്ചർ ഫയൽ. ഇത് കൈകാര്യം ചെയ്യുന്നത് വാല്യുവേഷൻ ഓഫീസറാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. വാല്യുവേഷൻ ഓഫീസർ അസിസ്റ്റൻറ്റ് രജിസ്ട്രാറുടെ റാങ്കിലുള്ള ഒരാളായിരിക്കണം. ടെക്നിക്കൽ എൻക്വയറി റിപ്പോർട്ട്, അതും ഈ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്കുമായി ബന്ധപ്പെട്ട ടേമാണ്. ടെക്നിക്കൽ എൻക്വയറി റിപ്പോർട്ട് കൈകാര്യം ചെയ്യുന്ന ആരാണ്? അത് അഗ്രികൾച്ചറൽ ഓഫീസറാണ്. ദ സ്റ്റാഫ് ട്രെയിനിങ് സെൻറ്റേഴ്സ് ഓഫ് KS Card Bank ഈസ് ലൊക്കേറ്റഡ് അറ്റ്. ദ സ്റ്റാഫ് ട്രെയിനിങ് സെൻറ്റേഴ്സ് ഓഫ് KS Card Bank ഈസ് ലൊക്കേറ്റഡ് അറ്റ് എറണാകുളം. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ സ്റ്റാഫ് ട്രെയിനിങ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് എറണാകുളത്താണ്. ACSTI, അതായത് അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് സ്റ്റാഫ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഈസ് റൺ ബൈ. ACSTI റൺ ചെയ്യുന്ന ആരാണ്? കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് റൺ ചെയ്യുന്ന ഒരു സ്റ്റാഫ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ACSTI. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? തിരുവനന്തപുരത്ത് മൺവിള എന്ന സ്ഥലത്താണ്. അടുത്തത് ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ഹൗസ് ഫെഡ്. ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ഹൗസ് ഫെഡ് എറണാകുളം. ഹൗസിംഗ് കോപ്പറേറ്റീവ്സിൻ്റെ
കേരളത്തിലുള്ള അപ്പെക്സ് സൊസൈറ്റിയാണ് ഹൗസ് ഫെഡ് എന്ന് പറയുന്നത്. ഹൗസ് ഫെഡിൻ്റെ ഫുൾ ഫോം കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഹൗസിംഗ് ഫെഡറേഷൻ. ഇത് നിലവിൽ വന്നത് 1970 ഏപ്രിൽ 23 ഹെഡ് ക്വാർട്ടേഴ്സ് എറണാകുളം. ഹൗസ് ഫെഡും 2 ടയർ സ്ട്രക്ചറാണ്. ഹൗസിംഗ് സൊസൈറ്റീസ് 2 ടയർ സ്ട്രക്ചറാണ്. ഹൗസ് ഫെഡ് അപ്പെക്സ് ലെവലിലും പ്രൈമറി ഹൗസിംഗ് സൊസൈറ്റീസ് ലോവർ ലെവലിലും. വിച്ച് സൊസൈറ്റി റെക്കമെൻഡഡ് ദ ഫോർമേഷൻ ഓഫ് റൂറൽ ആൻഡ് അർബൻ ഹൗസിംഗ് സൊസൈറ്റി? വിച്ച് കമ്മിറ്റി റെക്കമെൻഡഡ് ദ ഫോർമേഷൻ ഓഫ് റൂറൽ ആൻഡ് അർബൻ ഹൗസിംഗ് സൊസൈറ്റി? ഉത്തരം സരയ്യ കമ്മിറ്റി. ഫസ്റ്റ് കോപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റി ഇൻ ഇന്ത്യ. ഫസ്റ്റ് കോപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റി ഇൻ ഇന്ത്യ. ഉത്തരം സരസ്വത് കോപ്പറേറ്റീവ് സൊസൈറ്റി. സരസ്വത് കോപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റി ഇത് ബോംബെയിലാണ് നിലവിൽ വന്നത് 1905. സരസ്വത് കോപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ കോപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റി. ഫസ്റ്റ് കോപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റി കേരളത്തിൽ വന്നത് കണ്ണൂർ ജില്ലയിലാണ്. In which society each member is engaged in building activity through their labor? In which society each member is engaged in building activity through their labor? ഉത്തരം ബിൽഡിംഗ് സൊസൈറ്റി. 5 തരത്തിലുള്ള കോപ്പറേറ്റീവ് പ്രൈമറി ഹൗസിംഗ് സൊസൈറ്റീസ് ഉണ്ട്. കോപ്പറേറ്റീവ് ബിൽഡിംഗ് സൊസൈറ്റി, കോപ്പറേറ്റീവ് ഹൗസ് ബിൽഡിംഗ് സൊസൈറ്റി, കോപ്പറേറ്റീവ് ഹൗസ് കൺസ്ട്രക്ഷൻ സൊസൈറ്റി, കോപ്പറേറ്റീവ് ടെനൻറ്റ് ഹൗസിംഗ് സൊസൈറ്റി, കോപ്പറേറ്റീവ് ഹൗസ് മോർഗേജ് സൊസൈറ്റി. ഹൗസിംഗ് കോപ്പറേറ്റീവ്സ് വളരെ വിശദമായിട്ടുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. കേര ഫെഡിൻ്റെ പ്ലേലിസ്റ്റിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതിൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായും നോക്കിയത് അഗ്രികൾച്ചർ ആൻഡ് നോൺ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസിൽ നിന്നുള്ള കുറച്ച് റിവിഷൻ ക്വസ്റ്റ്യൻസ് ആണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.